ഇതിലൊക്കെ വന്നൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുകൂടി ചെയ്യുക. ആ നടൻ വലിയ മുന്തിയ ആളാണ്, വലിയ പിടിപാടുണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ പരിപാടിക്ക് നിൽക്കാൻ. ഇപ്പോൾ ഷൈൻ എന്തായാലും നൈസായിട്ട് ഊരി പോകും, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെ. മുൻപ് ഇത് തന്നെയായിരുന്നു. എന്തായാലും വിൻസിക്കിന് സിനിമ കിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വിൻസിക്കുള്ള പണി ഷൈൻ അതെന്തായാലും ഉടനെ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബി കെയർഫുൾ. ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇത്തരം പ്രസ്താവനകളായിട്ട് വരുമ്പോൾ അത് സിനിമയ്ക്കകത്ത് തന്നെ തീർക്കാനുള്ളൊരു പ്രശ്നമല്ല, പബ്ലിക്കിൽ അറിയേണ്ട കാര്യം തന്നെയാണ്. ഇത് സിനിമയ്ക്കകത്ത് കിടക്കുന്ന വിഷയങ്ങൾ സിനിമാക്കാർ തന്നെ തീർക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എടുക്കുന്ന സിനിമ തിയേറ്ററിലേക്ക് വിടുന്നത്? ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ പൈസ പിഴിഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് സിനിമ വിടുന്നത്? നിങ്ങൾ തിയേറ്ററിൽ സിനിമ എടുക്കുന്ന ആളുകൾ മാത്രം കണ്ടാൽ പോരെ? അപ്പോൾ പബ്ലിക്കിലേക്ക് അത് പോയി സിനിമ അത് സ്പ്രെഡ് ആവണം, നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾക്ക് അതിന് കാശ് കിട്ടണം, അതൊരു വിചാരമാണ്. പക്ഷേ അതേസമയം സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മോശം പരിപാടികൾ നടന്നാൽ, എന്ത് തന്തയില്ലായ്മ നടന്നാലും അത് സിനിമയ്ക്കകത്ത് തീർത്താൽ മതി, അത് പുറത്തേക്ക് പോകണം, പുറത്തുള്ളവർ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനോടാണ് ഇത്